നമസ്കാരം. ട്രസ്റ്റ് ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരോഗ്യ ഇൻഷുറൻസിൽ അടച്ച പ്രീമിയം മുഴുവൻ തിരിച്ചു കിട്ടുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിനെ പറ്റി? മാത്രമല്ല, ക്രോണിക് ഡിസീസ് ആയ ആൻജിയോപ്ലാസ്റ്റി, ഡയബറ്റിക്സ്, കൊളസ്ട്രോൾ തുടങ്ങിയ 7 അസുഖങ്ങൾക്ക് ആദ്യ ദിവസം മുതൽ ഇൻഷുറൻസ് പരിരക്ഷ ഈ പ്ലാനിൽ ലഭിക്കുന്നു. തീർന്നില്ല, 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് എടുത്താൽ 6 വർഷത്തിന് ശേഷം 60 ലക്ഷം രൂപയുടെ അധിക ഇൻഷുറൻസ് പരിരക്ഷ ഈ പ്ലാനിൽ ലഭിക്കുന്നു. ഈ ഫീച്ചറുകളെല്ലാം ഒരു ഒറ്റ പ്ലാനിൽ സമന്വയിപ്പിച്ചാലോ? കൊള്ളാമല്ലേ? അതെ, ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ് ആയ ആക്റ്റീവ് 1 മാക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ മിസ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്തിട്ട്, എന്റെ പേര് സനോജ് ലാൽ, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്. കഴിഞ്ഞ 18 വർഷമായി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ ഇൻഫോർമേഷനുകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നു. ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻ അറ്റ് റൈറ്റ് ടൈം. ബി ഹെൽത്തി ആൻഡ് വെൽത്തി. ഒരു മികച്ച പ്ലാൻ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനമാണ് തിരഞ്ഞെടുക്കുന്ന ഇൻഷുറൻസ് കമ്പനി. അതുകൊണ്ട് ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ കമ്പനി ക്രെഡൻഷ്യൽസ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, അബൌട്ട് ദ കമ്പനി. ആദിത്യ ബിർള ഗ്രൂപ്പിന്റെയും MMI ഹോൾഡിംഗ് ഓഫ് സൗത്ത് ആഫ്രിക്കയുടെയും സംയുക്ത സംരംഭമായ ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായത് 2015-ലാണ്. ഈ കമ്പനി കാറ്റഗറൈസേഷൻ സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ്. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഡക്റ്റ് മാത്രമാണ് ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ICR ആണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു ഇൻഷുറൻസ് കമ്പനി ടോട്ടൽ പ്രീമിയം തുക കളക്ട് ചെയ്തതിൽ എത്ര തുക ക്ലെയിം ആയിട്ട് കൊടുത്തു എന്നതിനെയാണ് ICR സൂചിപ്പിക്കുന്നത്. ഈ കമ്പനിയുടെ ICR 64.68% ആണ്. അടുത്തതായി, ഈ പ്ലാനിന്റെ ടോപ്പ് 3 USP, യൂണിക് സെല്ലിംഗ് പോയിന്റ്. ഈ പ്ലാനിന്റെ പ്രധാനപ്പെട്ട 3 സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ക്രോണിക് കെയർ ആണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ക്രോണിക് ആയിട്ടുള്ള 7 അസുഖങ്ങൾക്ക് ഈ പ്ലാനിൽ ആദ്യ ദിനം മുതൽ പരിരക്ഷ ലഭിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, സൂപ്പർ ക്രെഡിറ്റ് ആണ്. ഈ ഫീച്ചർ അനുസരിച്ച് ഒരു വ്യക്തിക്ക്, പോളിസി ഹോൾഡർക്ക് അവരുടെ സം ഇൻഷുർഡ് എല്ലാ വർഷവും 100% വർദ്ധിക്കുന്നതാണ്. ഉദാഹരണത്തിന് 10 ലക്ഷം രൂപ സം ഇൻഷുർഡ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് 6 വർഷത്തിന് ശേഷം അവരുടെ ഇൻഷുറൻസ് പരിരക്ഷ 60 ലക്ഷമായി വർദ്ധിക്കുന്നതാണ്. ദ ലാസ്റ്റ് USP, ഹെൽത്ത് റിട്ടേൺസ് ആണ്. ഈ ഫീച്ചർ വഴി കമ്പനി പറയുന്ന ഫിസിക്കൽ എക്സസൈസ് മാനദണ്ഡങ്ങൾ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ അടച്ച പ്രീമിയം മുഴുവൻ 100% ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് ഈ പ്ലാനിന്റെ പ്രോഡക്റ്റ് ബെനിഫിറ്റ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. എൻട്രി ഏജ്, അഡൽട്സിന് ഈ പ്ലാനിൽ മിനിമം എൻട്രി ഏജ് 18 വയസ്സും മാക്സിമം നോ ക്യാപ്പിംഗുമാണ്. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ. എൻട്രി ഏജ് ഫോർ ചൈൽഡ്, ഡിപെൻഡന്റ് ചൈൽഡ് ഫ്ലോട്ടർ ആൻഡ് മൾട്ടി ഇൻഡിവിജ്വൽ ഓപ്ഷൻ അവൈലബിൾ ആണ്. 91 ദിവസം തൊട്ട് 25 വയസ്സ് വരെ ഡിപെൻഡന്റ് ചൈൽഡിന് ഈ പ്ലാനിൽ എൻറോൾ ചെയ്യാം. അത് ഇൻഡിവിജ്വൽ ചൈൽഡ് ആണെങ്കിൽ മിനിമം ഏജ് ഓഫ് എൻട്രി 5 വർഷമാണ് ഈ പ്ലാനിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, പോളിസി ടൈപ്പ് ആണ്. ഇൻഡിവിജ്വൽ ആൻഡ് ഫ്ലോട്ടർ ഓപ്ഷൻ 2 ഓപ്ഷനും ഈ പ്ലാനിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ്, ടെനർ ആണ്. 1 ഇയർ, 2 ഇയർ, 3 ഇയർ, 3 വർഷം വരെ ഒറ്റത്തവണ നമുക്ക് പ്രീമിയം ഈ പ്ലാനിൽ അടയ്ക്കാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, ഫാമിലി ഡെഫിനിഷൻ ആണ്. അപ് ടു 2 അഡൽട്സ് ആൻഡ് 4 ചിൽഡ്രൻസ് നമുക്ക് ഈ പ്ലാനിൽ എൻറോൾ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, പ്രീമിയം 3 സോൺസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോൺ 1, 2 ആൻഡ് 3. നെക്സ്റ്റ് പോയിന്റ്, പ്രീമിയം ടൈപ്പ് ആണ്. ഏജ് ബാൻഡ് ബേസ്ഡ് ആയിട്ടാണ് ഈ പ്ലാനിൽ പ്രീമിയം പറയുന്നത്. അതായത് 30 to 35, 40 to 45 തുടങ്ങിയ ഏജ് ബാൻഡ് മാറുന്നതിനനുസരിച്ചിട്ടാണ് ഈ പ്ലാനിൽ പ്രീമിയം വേരിയേഷൻ വരുന്നത്. നെക്സ്റ്റ് പോയിന്റ്, റിലേഷൻഷിപ്പ് കവേർഡ് ആണ്. ഇൻഡിവിജ്വൽ ഓപ്ഷൻ ആണ് ഈ പ്ലാനിൽ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സെൽഫ് ലീഗലി മാരീഡ്, സ്പൗസ്, സൺ, ഡോട്ടർ, ബ്രദർ, സിസ്റ്റർ, ഡോട്ടർ ഇൻ ലോ, ബ്രദർ ഇൻ ലോ തുടങ്ങിയ റിലേഷൻഷിപ്പ് നമുക്ക് ഇൻഡിവിജ്വൽ നമുക്ക് എൻക്ലോസ് ചെയ്യാവുന്നതാണ്. ഇനി ഫ്ലോട്ടർ ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ സെൽഫ്, ലീഗലി മാരീഡ് സ്പൗസ്, ഡിപെൻഡന്റ് ചിൽഡ്രൻ, പാരന്റ്സ്, പാരന്റ്സ് ലോ തുടങ്ങിയ റിലേഷൻഷിപ്പ് നമുക്ക് ഫ്ലോട്ടർ ഓപ്ഷനിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, ബേസ് സം ഇൻഷുർഡ് ആണ്. 2 ലക്ഷം രൂപ, 3 lakhs, 4 lakhs തുടങ്ങിയ അപ് ടു 6 കോടി വരെ ഉള്ള സം ഇൻഷുർഡ് നമുക്ക് ഈ പ്ലാനിൽ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി, ഈ പ്ലാനിന്റെ ഇൻബിൽറ്റ് ഫീച്ചേഴ്സ്, അടിസ്ഥാന പരിരക്ഷ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് എക്സ്പെൻസുകളാണ്. ദാറ്റ് ഇൻക്ലൂഡ്സ് റൂം റെന്റ്, ICU ചാർജസ്, റോഡ് ആംബുലൻസ് കവർ, ഡേ കെയർ ട്രീറ്റ്മെന്റ്, മോഡേൺ പ്രൊസീജിയേഴ്സ്, HIV, AIDS, STD കവർ, മെന്റൽ ഇൽനസ് ഹോസ്പിറ്റലൈസേഷൻ, obesity treatment,
തുടങ്ങിയ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റുകൾക്ക് ആക്ച്വൽ സം ഇൻഷ്യൂർഡ് നിങ്ങൾ എടുക്കുന്ന ബേസ് സം ഇൻഷ്യൂർഡ് എത്രയാണോ അതുവരെ ഈ പ്ലാനിൽ കവർ ചെയ്യപ്പെടുന്നു. നെക്സ്റ്റ് പോയിന്റ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണ്. അതായത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പുള്ള ദിവസത്തെ എക്സ്പെൻസും ഈ പ്ലാനിൽ കവർ ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് 90 ഡേയ്സ് ആണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ പറയുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 180 ഡേയ്സും നമുക്ക് ഈ പ്ലാനിൽ കവർ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് ക്ലെയിം പ്രൊട്ടക്ട് അഥവാ നോൺ മെഡിക്കൽ എക്സ്പെൻസ് ആണ്. അതും ആ എക്സ്പെൻസും ഈ പ്ലാനിൽ കവർ ചെയ്യുന്നുണ്ട്. പോയിന്റ് ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ, ഹോം ഹെൽത്ത് കെയർ, ആയുഷ് ട്രീറ്റ്മെന്റ് അതായത് ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി തുടങ്ങിയ ട്രീറ്റ്മെന്റുകൾ, ഓർഗൻ ഡോണർ എക്സ്പെൻസുകൾ തുടങ്ങിയവർക്ക് ഈ പ്ലാനിൽ ആക്ച്വൽ ബേസ് സം ഇൻഷ്യൂർഡ് എത്രയാണോ എടുത്തിരിക്കുന്നത് അതിന് വരെ കവറേജ് ലഭിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ആണ്. എല്ലാ വർഷവും ലിസ്റ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്സ് ക്യാഷ്ലെസ് ബേസിൽ ഈ പ്ലാനിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ് സൂപ്പർ റീലോഡ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്ന ബേസ് സം ഇൻഷ്യൂർഡ് എക്സോസ്റ്റ് ആയി കഴിഞ്ഞാൽ സെക്കൻഡ് ക്ലെയിം ഓൺവേർഡ്സ് അൺലിമിറ്റഡ് ടൈം നമ്മൾ എടുക്കുന്ന ബേസ് സം ഇൻഷ്യൂർഡിന്റെ ഈക്വൽ റീഫിൽ ആകുന്നതാണ്. ആ ഓപ്ഷനെയാണ് സൂപ്പർ റീലോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് സൂപ്പർ ക്രെഡിറ്റ് ആണ്. അതായത് നമ്മൾ എടുക്കുന്ന ബേസ് സം ഇൻഷ്യൂർഡ് ഈവൻ ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 100% ഓഫ് ദ ബേസ് സം ഇൻഷ്യൂർഡ് എല്ലാ വർഷവും നമുക്ക് നോ ക്ലെയിം ആയിട്ട് ലഭിക്കുന്നതാണ്. ദാറ്റ് ഈസ് അപ് ടു 500%. അടുത്തതായി ഈ പ്ലാനിന്റെ മോസ്റ്റ് അട്രാക്റ്റീവ് ഫീച്ചേഴ്സ് ഹെൽത്ത് അസസ്മെന്റ് പ്രോഗ്രാം എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. ഹെൽത്ത് മാനേജ്മെന്റ് പ്രോഗ്രാം ഈ പ്ലാനിന്റെ ഇൻബിൽറ്റ് കവർ ആയിട്ടാണ് വരുന്നത്. ഈ ഹെൽത്ത് മാനേജ്മെന്റ് പ്രോഗ്രാമിൽ 2 ഓപ്ഷനുകളാണ് വരുന്നത്. ഒന്ന് ഹെൽത്ത് അസസ്മെന്റ്, 2 ഹെൽത്ത് റിട്ടേൺസ്. കമ്പനിയുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ വഴി പോളിസി ഹോൾഡറിന്റെ ഹെൽത്ത് കണ്ടീഷൻ അസസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഹെൽത്ത് അസസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഹെൽത്ത് റിട്ടേൺസ് ആണ്. കമ്പനി പറയുന്ന ഫിസിക്കൽ എക്സസൈസ് കണ്ടീഷൻ പോളിസി ഹോൾഡർ പാലിക്കുകയാണെങ്കിൽ അടച്ച പ്രീമിയം തുക മുഴുവൻ 100% ആയി തിരിച്ചു കൊടുക്കുന്ന ഓപ്ഷനാണ് ഹെൽത്ത് റിട്ടേൺസ്. ബേണിംഗ് 300 കലോറീസ് ഓർ 10,000 സ്റ്റെപ്സ് പെർ ഡേ ആണ് ബേസിക് കണ്ടീഷൻ ആയിട്ട് കമ്പനി ഈ ഫീച്ചർ ലഭിക്കാനായിട്ട് പറയുന്നത്. ഈ പ്ലാനിന്റെ ഓപ്ഷണൽ റൈഡേഴ്സ് അതായത് അധികം പ്രീമിയം തുക കൊടുത്ത് അധികം ഫീച്ചേഴ്സ് ലഭിക്കുന്ന ഓപ്ഷണൽ റൈഡറുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓപ്ഷണൽ കവർ റിഡക്ഷൻ ഇൻ സ്പെസിഫിക് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് ആണ്. സ്പെസിഫിക് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് നോർമലി 2 years ആണ്. അത് 1 year വരെ റിഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഓപ്ഷണൽ കവർ വഴി നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് റിഡക്ഷൻ ഇൻ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് ആണ്. അതായത് നമ്മളൊരു പോളിസിയിൽ എൻറോൾ ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള അസുഖങ്ങൾക്കുള്ള വെയിറ്റിംഗ് പീരീഡ് ആണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നോർമലി 3 years ആണ്. അത് നമുക്ക് 2 വർഷമാക്കിയും 1 വർഷമാക്കിയും നമുക്ക് റിഡക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഓപ്ഷണൽ കവർ വഴി നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഓപ്ഷൻ റൂം റെന്റ് ടൈപ്പ് ഓപ്ഷൻസ് ആണ്. ഈ പ്ലാനിൽ സിംഗിൾ പ്രൈവറ്റ് AC റൂമും ഷെയർ അക്കോമഡേഷൻ ഓപ്ഷനും നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ് പെർ ക്ലെയിം ഡിഡക്റ്റബിൾ ആണ്. നമുക്ക് ഓപ്ഷൻ 1 അനുസരിച്ചിട്ട് 15,000 ഓപ്ഷൻ 2 അനുസരിച്ച് 25,000 നമുക്ക് ഡിഡക്റ്റബിൾ ഈ പ്ലാനിൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഡിഡക്റ്റബിൾ നമ്മൾ ഈ പ്ലാനിൽ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രീമിയം എമൗണ്ട് നമുക്ക് കുറച്ച് കിട്ടുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് പ്രിഫേർഡ് പ്രൊവൈഡർ നെറ്റ്വർക്കിലാണ്. കമ്പനി പറയുന്ന ലിസ്റ്റഡ് ആയിട്ടുള്ള പ്രൊവൈഡർ നെറ്റ്വർക്കിലാണ് നമ്മൾ ചികിത്സ എടുക്കുന്നതെങ്കിൽ 10% ഡിസ്കൗണ്ട്സ് ഈ പ്ലാനിൽ ഈ ഓപ്ഷൻ വഴി നമുക്ക് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് ക്രിട്ടിക്കൽ ഇൽനസ് കവറും നമുക്ക് ഈ പ്ലാനിൽ ഒരു ഓപ്ഷൻ റൈഡർ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. 10 lakhs തൊട്ട് 25 lakhs വരെയുള്ള ബേസ് സം ഇൻഷ്യൂർഡ് നമുക്ക് ഈ പ്ലാനിൽ ഈ ഓപ്ഷൻ റൈഡർ വഴി നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് പേഴ്സണൽ ആക്സിഡന്റൽ കവർ ദാറ്റ് ഈസ് കവറിംഗ് ആക്സിഡന്റൽ ഡെത്ത്, പെർമനന്റ് ടോട്ടൽ ഡിസബിലിറ്റി, പെർമനന്റ് പാർഷ്യൽ ഡിസബിലിറ്റിയും പേഴ്സണൽ ആക്സിഡന്റ് കവറിൽ നമുക്ക് കവർ ചെയ്യുന്നു. ഇത് ബേസ് സം ഇൻഷ്യൂർഡ് 10 lakhs തൊട്ട് 50 lakhs വരെ ഈ പ്ലാനിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് ക്രോണിക് കെയർ ആണ്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഈ പ്ലാനിൽ ഇതിൽ ഡിസ്കസ് ചെയ്തതാണ്. ക്രോണിക് ഡിസീസ് ആയ ഡയബറ്റിക്സ്, ഹൈപ്പർ ടെൻഷൻ, ആസ്മ, ഹൈപ്പർലിഡീമിയ, COPD, ഒബിസിറ്റി, കൊറോണറി ആർട്ടറി ഡിസീസ് തുടങ്ങിയ ക്രോണിക് ആയിട്ടുള്ള 7 അസുഖങ്ങൾക്ക് നിലവിലുള്ള അസുഖങ്ങൾക്ക് ഡേ 1 തൊട്ട് ഈ ഓപ്ഷൻ വഴി പോളിസി ഹോൾഡർക്ക് പരിരക്ഷ ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് ക്രോണിക് മാനേജ്മെന്റ് പ്രോഗ്രാം ആണ്. നമ്മൾ ഈ ലിസ്റ്റഡ് ആയിട്ടുള്ള ക്രോണിക് അസുഖങ്ങൾക്ക് OPD കവറേജ് ക്യാഷ്ലെസ് ബേസിൽ ഈ ഓപ്ഷൻ വഴി കസ്റ്റമറിന് ലഭിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് ക്യാൻസർ ബൂസ്റ്റർ ആണ്. സപ്പോസ് പോളിസി ഹോൾഡർ അഥവാ ഇൻഷ്യൂർഡ് ആർക്കെങ്കിലും ക്യാൻസർ ബാധിതരാകുകയാണെങ്കിൽ അതിനുള്ള പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ, ഡേ കെയർ ട്രീറ്റ്മെന്റ് എക്സ്പെൻസുകൾ അപ് ടു സം ഇൻഷ്യൂർഡ് വരെ നമുക്ക് ക്യാൻസർ ബൂസ്റ്റർ എന്നുള്ള ഓപ്ഷണൽ റൈഡർ വഴി കവർ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് ഡ്യൂറബിൾ
എക്യുപ്മെന്റ് കവർ ആണ്. ചികിത്സയുടെ ഭാഗമായി യൂസ് ചെയ്യുന്ന വെന്റിലേറ്റർ, വീൽ ചെയർ, സെക്ഷൻ മെഷീൻ, ഇൻഫ്യൂഷൻ പമ്പ്സ്, ഓക്സിജൻ കോൺസെൻട്രേറ്റർ തുടങ്ങിയ ഡ്യൂറബിൾ എക്യുപ്മെന്റ്സിന്റെ എക്സ്പെൻസുകൾ അപ് ടു 5 lakhs വരെ ഈ പ്ലാനിൽ കവർ ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ് കമ്പാഷനേറ്റ് വിസിറ്റ് ആണ്. പോളിസി ഹോൾഡറിന്റെയോ ഇൻഷ്യൂർഡിന്റെയോ ആശുപത്രിവാസം 10 ദിവസത്തിൽ എക്സീഡ് ആയാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന സഹായിക്കുന്ന ആളുടെ യാത്രാ ചെലവുകൾ 50,000 രൂപ എക്സ്പെൻസ് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ ഫോർ ലിസ്റ്റഡ് മേജർ ഇൽനസ് ആണ്. ഈ ഓപ്ഷൻ വഴി ലിസ്റ്റഡ് ആയിട്ടുള്ള മേജർ ഇൽനസിന്റെ സെക്കൻഡ് ഒപ്പീനിയൻ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. The final and the last point, annual screening package for cancer diagnosed patients. Up to 10,000 per member നമുക്ക് എല്ലാ വർഷവും പെർ പോളിസി ഇയർ നമുക്ക് ഈ ഓപ്ഷൻ വഴി ഈ ഓപ്ഷണൽ റൈഡർ ചൂസ് ചെയ്യുന്ന വഴി നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തതായി ഈ പ്ലാനിന്റെ സ്റ്റാൻഡേർഡ് വെയിറ്റിംഗ് പീരീഡ്സ് ആണ്. ഫസ്റ്റ് ഡേ ഓഫ് ഹോസ്പിറ്റലൈസേഷൻ നമ്മൾ പറയുന്നത് 30 days ആണ് എല്ലാ പ്ലാനിനെ പോലെ. സ്പെസിഫിക് ഇൽനസ് വെയിറ്റിംഗ് പീരീഡ് 2 years ആണ്. പ്രീ എക്സിസ്റ്റന്റ് വെയിറ്റിംഗ് പീരീഡ് 3 years ആണ് ഈ പ്ലാനിൽ പറയുന്നത്. അടുത്തതായി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, ഈ പ്ലാൻ ചൂസ് ചെയ്യുന്നതിന്റെ പ്രൈസിംഗ് പ്രീമിയം എത്രയാണെന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. 38-32 ഒരു വയസ്സുള്ള ഒരു കുട്ടി 5 ലക്ഷം രൂപയുടെ സം ഇൻഷുർഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ദ പ്രീമിയം ഈസ് കമ്മിങ് നിയർലി 16,756 rupees ഇൻക്ലൂഡിംഗ് GST. അത് 10 ലക്ഷം രൂപയുടെ സം ഇൻഷുർഡ് ആണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് കമ്മിങ് 19,600 rupees. ദിസ് ഇസ് വിത്ത് ഇൻക്ലൂഡിംഗ് GST. ഇത് ഈ പ്ലാനിന്റെ ഇൻബിൽറ്റ് ഫീച്ചേഴ്സ് മാത്രമുള്ള പ്രൈസിംഗ് ആണ് പറയുന്നത്. അഡീഷണൽ ഫീച്ചേഴ്സ് കസ്റ്റമർ ഏതെങ്കിലും ഓപ്ഷണൽ റൈഡേഴ്സ് ചൂസ് ചെയ്യണമെങ്കിൽ അഡീഷണൽ പ്രീമിയം നമുക്ക് ഇതിന്റെ കൂടെ പേ ചെയ്യേണ്ടതാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ആക്റ്റീവ് 1 മാക്സ് എന്ന പ്ലാനിനെ പറ്റിയിട്ടാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഈ പ്ലാനിനെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യുക. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ, ഇൻഷുറൻസ് ഈസ് എ സബ്ജക്ട് മാറ്റർ ഓഫ് സോളിസിറ്റേഷൻ. ഏതൊരു ഇൻഷുറൻസ് പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആ പോളിസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായിട്ട് വായിച്ചു മനസ്സിലാക്കുക. അതുപോലെ തന്നെ ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫർമേഷൻ അറ്റ് റൈറ്റ് ടൈം. ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ്. Sanoj Lal.